നമ്മുടെ ജീവിതത്തെ ഒരു പൂന്തോട്ടമായിട്ട്, ഒരു ഗാർഡനായിട്ട് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാലോ? നമ്മുടെ ജീവിതം ഒരു പൂന്തോട്ടം ആണെങ്കിൽ നിങ്ങൾ എങ്ങനെയായിരിക്കും അതിനെ പരിപാലിക്കുക? നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചെയ്യുക? നമുക്ക് കുറച്ചധികം സ്ഥലമുണ്ട് എന്ന് വിചാരിക്കുക. അതിനെ ഒരു ഗാർഡനാക്കി മാറ്റാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും അതിന്റെ കാര്യങ്ങൾ നോക്കാം. പക്ഷെ അതൊരു പൂന്തോട്ടമായി മാറണം. സോ ആ ഒരു പൂന്തോട്ടം എങ്ങനെ വളരണം, എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്, അല്ലെ? ഇതേപോലെ തന്നെയല്ലേ നമ്മുടെ ജീവിതവും? നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യരുത് എന്നൊക്കെ നമുക്ക് തീരുമാനിക്കാം. അത് എങ്ങനെയായി മാറും എന്നുള്ളത് നമ്മുടെ ആ തീരുമാനങ്ങളെയും നമ്മുടെ പ്രവൃത്തികളെയും ആശ്രയിച്ചിരിക്കും. സോ നമ്മളൊരു പൂന്തോട്ടം ഉണ്ടാക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ വെറുതെ അതിൽ എന്തെങ്കിലും തോന്നിയ പോലെ കാര്യങ്ങളൊക്കെ ചെയ്ത് തോന്നിയ വിത്തൊക്കെ വെതറി അങ്ങനെയാണോ ചെയ്യുക? അല്ല, നമുക്കൊരു പ്ലാനിങ് ഉണ്ടായിരിക്കും. എന്തൊക്കെ തരം പൂക്കളും ചെടികളും ആണ് അവിടെ വളർത്തേണ്ടത് എന്ന് നമ്മൾ ആദ്യം തീരുമാനിക്കും. നമ്മൾ ആ മണ്ണൊന്ന് റെഡിയാക്കും. നമുക്ക് വേണ്ട വിത്തുകള് അല്ലെങ്കിൽ ചെടിയുടെ തൈകൾ നമ്മൾ ചൂസ് ചെയ്യും, അത് നടും. അതിൽ വല്ല കളകളും ഉണ്ടെങ്കിൽ പറിച്ചു കളയും. ആവശ്യത്തിന് വെള്ളവും വളവും ഒക്കെ കൊടുക്കും. അത് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. നമ്മൾ ധൃതി പിടിക്കാതെ കാത്തിരിക്കും അതിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരു സ്ഥലം പൂന്തോട്ടാക്കി മാറ്റണമെങ്കിൽ ചെയ്യും, അല്ലെ? ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ കാര്യത്തിലും. നമുക്ക് നമ്മുടെ പൂന്തോട്ടം എങ്ങനെയാവണം എന്ന് നമ്മൾ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്കൊരു വിഷൻ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമുക്കൊരു പേർപ്പസ് ഉണ്ടായിരിക്കണം. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് പോകുന്നത്, നമുക്ക് എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യേണ്ടത്, എന്തൊക്കെ എക്സ്പീരിയൻസ് നമുക്ക് വേണം, ഇങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കണം. സോ നമുക്കൊന്ന് നോക്കാം, ഓരോരോ കാര്യങ്ങളായിട്ട് ജീവിതത്തെ ഒരു പൂന്തോട്ടമായിട്ട് ഉപമിച്ച് നോക്കാം. ഉപമ എന്ന് പറയും, അല്ലെ മലയാളത്തിൽ? കമ്പയർ ചെയ്ത് നോക്കാം. സോ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്തായിരിക്കും? നമുക്ക് എവിടെയാണ് പൂന്തോട്ടം വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കും, അല്ലെ? നമുക്ക് ഒരുപാട് സ്ഥലമുണ്ട്, അതിൽ ഇന്നൊരു ഭാഗത്താണ് എനിക്ക് പൂന്തോട്ടം വേണ്ടത് എന്ന് നമ്മൾ തീരുമാനിക്കും. അവിടെ ആവശ്യത്തിന് വെയിലുണ്ടാവണം, ആവശ്യത്തിന് തണലുണ്ടാവണം, ആവശ്യത്തിന് വെള്ളമുള്ള സ്ഥലമാവണം, അത്യാവശ്യം വളക്കൂറുള്ള ഫെർട്ടൈൽ ആയിട്ടുള്ള മണ്ണായിരിക്കണം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും നമ്മൾ തീരുമാനിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ എൻവയോൺമെന്റ് എങ്ങനെയായിരിക്കണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നമുക്ക് ചുറ്റും ആരൊക്കെ വേണം, ആരൊക്കെ വേണ്ട എന്നും, എന്തൊക്കെ വേണം, എന്തൊക്കെ വേണ്ട എന്നും നമ്മളാണ് തീരുമാനിക്കേണ്ടത്. നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം പൂന്തോട്ടത്തിന്റെ കാര്യത്തിൽ ആ മണ്ണ് തയ്യാറാക്കുക എന്നുള്ളതാണ്, അല്ലെ? പ്രിപ്പയർ അവർ സോയിൽ. അങ്ങനെ മണ്ണ് തയ്യാറാക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യും? അവിടെ വല്ല കല്ലും കട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റും. വല്ല പാഴ്ചെടികളോ കുറ്റിച്ചെടികളോ ഒക്കെ ആവശ്യമില്ലാത്ത ചെടികൾ വളർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പറിച്ചു കളയും. കൃഷിയൊക്കെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ പ്ലോ ചെയ്യാന്ന് പറയും, അല്ലെ? മണ്ണിനെ ഒന്ന് സോഫ്റ്റൻ ആക്കും. അതുപോലെ തന്നെയാണ് പൂന്തോട്ടം ആയാലും. നമ്മൾ ആ മണ്ണൊന്ന് കിളച്ച് അതൊന്ന് സോഫ്റ്റ് ആക്കി മാറ്റും. അതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിന്റെ കാര്യത്തിലും. നമ്മുടെ മനസ്സ് നമ്മൾ പ്രിപ്പയർ ആക്കിയിട്ടുണ്ടാവണം. അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ടാവണം. നമുക്ക് ആവശ്യത്തിനുള്ള എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സ്കിൽസ് ഉണ്ടായിരിക്കണം. നമ്മുടെ ലൈഫ് മൊത്തത്തിലൊന്ന് ഓർഡർ ആക്കി വെച്ചിട്ടുണ്ടാവണം. സോ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഹാബിറ്റ്സ്, റുട്ടീൻസ്. അങ്ങനെ എന്തൊക്കെ വേണോ, നമ്മുടെ മണ്ണ് റെഡിയാക്കാൻ എന്തൊക്കെ ചെയ്യണോ അതേപോലെ തന്നെ നമ്മുടെ ജീവിതം ഒന്ന് ഓർഡറിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ വേണമെന്ന് നമ്മൾ തീരുമാനിക്കണം. എന്തൊക്കെ കഴിവുകൾ നമുക്ക് വേണം, എന്തൊക്കെ പുതിയ സ്കിൽസ് നമ്മൾ പഠിച്ചെടുക്കണം, എന്തൊക്കെ നല്ല ഹാബിറ്റ്സ് വേണം, എന്തൊക്കെ മോശം ഹാബിറ്റ്സ് ഒഴിവാക്കണം, എന്തൊക്കെ റുട്ടീൻസ് വേണം. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ ലൈഫിനെ ഒന്ന് പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി അടുത്ത കാര്യമാണ് ആക്ച്വലി നമ്മുടെ വിത്ത് നടുക, അല്ലെങ്കിൽ ചെറിയ തൈ ആണെങ്കിൽ ആ തൈ നടുക എന്നുള്ള കാര്യം. ഇതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ തൈകൾ വേണം എന്നുള്ള പോലെ ഏതിനൊക്കെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇപ്പൊ നമ്മുടെ പൂന്തോട്ടത്തിൽ നിറച്ച് റോസാപ്പൂക്കളാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ബോഗൻവില്ലയോ അല്ലെങ്കിൽ അതുപോലെയുള്ള വേറെ ചെടികളോ ഡാലിയോ ഒന്നും നടില്ല. സോ അവിടെ നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യാണ് ചെയ്യുന്നത്. ഇന്നതാണ് എന്റെ പൂന്തോട്ടത്തിൽ വേണ്ടത്. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും നമുക്ക് പ്രയോറിറ്റീസ് ഉണ്ടായിരിക്കണം. ഏതാണ് എനിക്ക് കൂടുതൽ ഇമ്പോർട്ടന്റ്? ഹെൽത്ത് ആണോ, വെൽത്ത് ആണോ, കരിയർ ആണോ, എക്സ്പീരിയൻസുകളാണോ? ഇങ്ങനെ എന്തൊക്കെയാണ് എനിക്ക് വേണ്ടതെന്ന് നമ്മൾ തീരുമാനിക്കണം. അത് തീരുമാനിക്കുന്നതിന്റെ ഒപ്പം തന്നെ അതിന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നും കൂടെ ആലോചിക്കണം, അല്ലെ? ഇപ്പോൾ ഹെൽത്ത് ആണ് നമുക്ക് ഇമ്പോർട്ടന്റ് എന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുന്ന കാര്യം, എക്സസൈസ് ചെയ്യുന്ന കാര്യം, ഓവർ ഈറ്റിംഗ് ഒഴിവാക്കുന്ന കാര്യം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ തീരുമാനിക്കേണ്ടി വരും. ഫിനാൻസ് റിലേറ്റഡ് കാര്യങ്ങളാണ് എനിക്ക് ഇമ്പോർട്ടന്റ് എന്നുണ്ടെങ്കിൽ കൂടുതൽ പണം ഞാൻ എങ്ങനെ സമ്പാദിക്കാം, എങ്ങനെ സ്പെൻഡിങ് കുറയ്ക്കാം, എങ്ങനെ കൂടുതൽ സേവ് ചെയ്യാം, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരും. സോ നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ പ്രയോറിറ്റി എന്താണെന്ന്. നമ്മുടെ പൂന്തോട്ടത്തിൽ ഏതൊക്കെ പൂക്കളാണ് വേണ്ടത്, ഏതൊക്കെ ചെടികളാണ് വേണ്ടത് എന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതേപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മുടെ പ്രയോറിറ്റീസ് എന്ന് തീരുമാനിച്ച് അതിന് വേണ്ട വിത്ത് നടുക, അതിന് വേണ്ട ചെടികൾ നടുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഇനി വെറുതെ ചെടി നട്ടാൽ അതോടുകൂടി അവസാനിച്ചോ? ഇല്ല, നമ്മളതിന് ആവശ്യത്തിന് വെള്ളം ഒഴിക്കും, ആവശ്യത്തിന് വളം ഇട്ട് കൊടുക്കും. ഇതേപോലെ തന്നെ എന്തൊക്കെയാണ് നമ്മളെ കൂടുതൽ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കണം. അതൊരു പക്ഷേ പോസിറ്റീവായിട്ടുള്ള ആളുകളുമായിട്ടുള്ള സംസർഗം ഓർ ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കാം, നല്ല
പുസ്തകങ്ങൾ വായിക്കുന്നതായിരിക്കാം, പുതിയ സ്കിൽസ് പഠിച്ചെടുക്കുന്നതായിരിക്കാം, അതേപോലെ നല്ല ഹാബിറ്റ്സ് കൊണ്ടുവരുന്നതായിരിക്കാം, പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നതായിരിക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മളെ ഗ്രോ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങൾ. വളവും വെള്ളവും ആണ് ചെടികളെ ഗ്രോ ചെയ്യാൻ മെയിൻലി ഹെൽപ്പ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, അതേപോലെ നമുക്ക് എന്തൊക്കെയാണ് നമ്മളെ ഗ്രോ ചെയ്യാൻ വേണ്ടത് എന്ന് ഐഡന്റിഫൈ ചെയ്ത് അത് കറക്റ്റ് ഷെഡ്യൂളിൽ ചെയ്യാനായിട്ട്, ആക്ഷൻ എടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ വെള്ളം ഒഴിക്കുക എന്ന് നമ്മൾ തീരുമാനിച്ചാലും കണ്ട പോലെ തോന്നിയ പോലെ ഒന്നും വെള്ളം ഒഴിക്കില്ല അല്ലേ. ചിലപ്പോൾ ദിവസം ഒരു നേരം വെള്ളം വേണ്ട ചെടികളായിരിക്കാം, ചിലപ്പോൾ രാവിലെയും വൈകുന്നേരവും വെള്ളം വേണ്ട ചെടികളായിരിക്കും. അതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഗ്രോ ചെയ്യാൻ എന്തൊക്കെ ചെയ്യണമെന്നും അത് എപ്പോഴൊക്കെ ചെയ്യണമെന്നും നമ്മൾ തീരുമാനിച്ച് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് വീഡിങ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന, കളകള്, കുറ്റിച്ചെടികള്, പാഴ്ചെടികളൊക്കെ വന്നത് പറിച്ചു കളയുക എന്നുള്ളത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, ഈ ചെടിക്ക് വേണ്ട വെള്ളവും വളമൊക്കെ ഈ വീഡ്സ് എടുക്കും. അതിനെക്കുറിച്ചൊക്കെ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. ചെടികൾക്ക് വേണ്ട സൂര്യപ്രകാശം, അതുപോലെ സ്പേസ്, പിന്നെ വെള്ളം, വളം, ഇതൊക്കെ വീഡ്സ് എടുക്കും, പാഴ്ചെടികൾ കൊണ്ടുപോകും. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ളതൊക്കെ നമ്മൾ പറിച്ചു കളയും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ജീവിതം ആകുന്ന പൂന്തോട്ടത്തിലും ഒരുപാട് വീഡ്സ് ഉണ്ടാവും. അത് ചിലപ്പോൾ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കാം, ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിരിക്കാം, മോശം ഹാബിറ്റ്സ് ആയിരിക്കാം, നമ്മളെ പിന്നോട്ട് വലിക്കുന്ന വ്യക്തികളോ സാഹചര്യങ്ങളോ ആയിരിക്കാം, ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കാം. സോ നമ്മളാണ് ഐഡന്റിഫൈ ചെയ്യേണ്ടത് ഏതൊക്കെയാണ് നമ്മുടെ ലൈഫിലെ വീഡ്സ് എന്നുള്ളത്. അതിനെയൊക്കെ പരമാവധി ഒഴിവാക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഗാർഡന് ചുറ്റും നമ്മൾ മതിലോ വേലിയോ ഒക്കെ കെട്ടി അതിനെ പ്രൊട്ടക്ട് ചെയ്യുക അല്ലെ. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്, ആരെയൊക്കെയാണ് ഒഴിവാക്കേണ്ടത്, എന്തിനോടൊക്കെയാണ് നോ പറയേണ്ടത്, ഏതൊക്കെ ഡിസ്ട്രാക്ഷൻസ് ആണ് മാറ്റേണ്ടത് എന്നൊക്കെ നമ്മളാണ് തീരുമാനിക്കേണ്ടത്. സോ നമ്മുടെ ലൈഫിന് ചുറ്റും ഒരു ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. സൂര്യപ്രകാശം കൂടുതലാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അവിടുന്ന് മാറ്റും. അതുപോലെ ആവശ്യത്തിന് മാത്രമേ വെള്ളം കിട്ടുന്നുള്ളൂ, കൂടുതൽ വെള്ളം കിട്ടുന്നില്ല എന്ന് ഉറപ്പാക്കും. കാരണം കൂടുതൽ വെള്ളം കിട്ടിയാൽ ചെടികൾ ചീഞ്ഞു പോകും. അതുപോലെ എല്ലാം ആവശ്യത്തിന് കിട്ടുന്നില്ല എന്ന് ഉറപ്പാക്കും. ഇതേപോലെ തന്നെ നമ്മുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒക്കെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുക. നമ്മുടെ ക്യാരക്ടർ ഇംപ്രൂവ് ചെയ്യാൻ, ആസ് എ പേഴ്സൺ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക. സോ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, ഇന്ന് ചെടി നട്ടാൽ ഇന്ന് തന്നെ നമുക്ക് പൂ കാണാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇന്ന് തന്നെ ആ ചെടി വളർന്ന് വലുതാവില്ല. നമുക്ക് ആവശ്യത്തിന് ക്ഷമ വേണം. നമ്മൾ ആ പ്രോസസ്സിനെ ട്രസ്റ്റ് ചെയ്യണം. നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ശരിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് എന്തായാലും നമുക്ക് കിട്ടുമെന്ന് നമുക്ക് ഉറപ്പ് വേണം. ഇതേപോലെ തന്നെയാണ് ജീവിതത്തിലും. ഇന്ന് ചെയ്യുന്നതിന്റെ ഫലം ചിലപ്പോൾ നമുക്ക് ഇന്ന് തന്നെ കിട്ടിക്കൊള്ളണമെന്നില്ല. അത് കുറച്ച് സമയം എടുത്തിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. സോ യു നീഡ് ടു ഹാവ് പേഷ്യൻസ് ആൻഡ് യു ഷുഡ് ട്രസ്റ്റ് ദ പ്രോസസ്. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഒരു ദിവസം ആ ചെടികളൊക്കെ പൂത്ത് അതിന്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കും അല്ലെ. അതേപോലെ തന്നെയാണ് നമ്മുടെ ചെയ്ത പ്രവൃത്തികളുടെ, നമ്മൾ ചെയ്യാതിരുന്ന കാര്യങ്ങളുടെ ഒക്കെ റിസൾട്ട് നമുക്ക് ഒരു ദിവസം കിട്ടും. ആ ദിവസം നല്ല റിസൾട്ട് ആയാലും മോശം റിസൾട്ട് ആയാലും അത് നമ്മൾ ചെയ്തതിനനുസരിച്ചുള്ള റിസൾട്ട് തന്നെയായിരിക്കും. സോ ബി റെഡി ടു റീപ്പ് യുവർ ഹാർവെസ്റ്റ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തെ ഒരു പൂന്തോട്ടമായിട്ട് ഉപമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാനായിട്ടുള്ളത്. ഒരു ഭംഗിയുള്ള പൂന്തോട്ടം ഉണ്ടാക്കിയെടുക്കാൻ എത്രയധികം ബുദ്ധിമുട്ടുണ്ടോ അതിനേക്കാൾ ഒരുപാട് മടങ്ങ് ബുദ്ധിമുട്ടുണ്ട് നമ്മുടെ ജീവിതം നമ്മൾ വിചാരിക്കുന്ന ഒരു ലെവലിലേക്ക് കൊണ്ടെത്തിക്കാനായിട്ട്. നമുക്ക് ഒരുപാട് ചലഞ്ചസ് ഫേസ് ചെയ്യാനുണ്ടാവും. നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് റിസൾട്ട് കിട്ടാത്ത സമയങ്ങളുണ്ടാവും. ചിലപ്പോൾ വിത്തൊക്കെ നട്ട് എല്ലാം റെഡിയാണെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ഭയങ്കരമായിട്ട് മഴ പെയ്ത് ഒക്കെ നശിച്ചു പോകുന്നത്. സോ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടാനുണ്ടാവും. അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ചിലപ്പോൾ നേരിടേണ്ടി വരും. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറെ പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇതിനെയൊക്കെ നമുക്ക് ഓവർകം ചെയ്യാനും ഉണ്ടാവും. സോ ഒരു പൂന്തോട്ടം പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തെയും മനോഹരമാക്കാനായിട്ട് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. അതൊക്കെ ചെയ്യാം. അവസാനം ആ റിസൾട്ട് എന്തായാലും അത് നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം.